യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാക്കേണ്ടത് 8 പ്രാവശ്യം കേരളത്തിൽ നിന്ന് MP ആയ ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. കാരണം ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് 2 ദിവസത്തേക്ക് ഇരിക്കാനുള്ള ആ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ജാതി പറഞ്ഞും ഒക്കെ ഇവിടെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് പട്ടികജാതിക്കാരനായിട്ട് 8 പ്രാവശ്യം ജയിച്ചു വന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാക്കുന്നില്ല? അദ്ദേഹത്തിനെ തോൽക്കാൻ വേണ്ടിയുള്ള സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുകയാണോ ഒരു പട്ടികജാതിക്കാരനോട് കാണിക്കേണ്ടത്? അതുകൊണ്ട് കോൺഗ്രസ് ആദ്യം രാഹുൽ ഗാന്ധിയെയാണോ പ്രതിപക്ഷ നേതാവാക്കേണ്ടത്, അതോ പട്ടികജാതിക്കാരനായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെയാണോ ആക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിലെ ജനതയോട് ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ പാടവത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റൂ, അദ്ദേഹം അത് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ പാർലമെൻറ്റ് എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ളതാണ്. പാർലമെൻറ്റിൽ ഈ രാഹുൽ ഗാന്ധി ഇത്രയും കാലം ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പെർഫോമൻസാണ് ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ നേതാവാകാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ കൗണ്ട് ചെയ്യേണ്ടത്. അതിലെന്താണ്, അദ്ദേഹം ഇന്ത്യയിലെ 416 പാർലമെൻറ്റ് മെമ്പർമാരുടെ കണക്കെടുക്കുമ്പോൾ അതിൽ 387ാമത്തെ റാങ്കിൽ, പുറകിൽ നിന്ന് 387ാം റാങ്കിൽ നിൽക്കുന്ന 2019 മുതൽ 2024 വരെയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ 387ാം റാങ്കിൽ നിൽക്കുന്ന ഏറ്റവും കഴിവുകെട്ട MP-മാരുടെ പട്ടികയിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണെങ്കിലും, പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നതാണെങ്കിലും, ഡിബേറ്റിൽ പങ്കെടുത്തതാണെങ്കിലും, അറ്റൻഡൻസ് ആണെങ്കിലും, ഇതെല്ലാം കൂടി വെച്ച് കണക്കാക്കുന്ന ഒരു കണക്കാണ്. ഈ കണക്കിൽ ഏറ്റവും കഴിവുകെട്ട MP ആയി നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ശോഭിക്കട്ടെ. അതിനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള പദവികളിൽ ആളുകളെ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത് അദ്ദേഹം MLA എന്ന നിലയിൽ 100% അറ്റൻഡൻസും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച റെക്കോർഡും ഒക്കെ ഉണ്ടായ ആളാണ് എന്നുള്ള മട്ടിലാണോ? അല്ലല്ലോ. അങ്ങനെയാണോ നേതാവിനെ തീരുമാനിക്കുക? ഞാൻ ഒരു ക്രൈറ്റീരിയ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇത് ആദ്യമായിട്ടല്ലല്ലോ അദ്ദേഹം MP ആവുന്നത്. ഇന്ത്യയുടെ നരേന്ദ്രമോദി MP ആയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി MP-യുമാകുന്ന ആദ്യവട്ടമാണ്. MP ആകുന്ന സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി ആകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അസംബ്ലിയിൽ MLA ആകുന്നു, മുഖ്യമന്ത്രിയാകുന്നു. ഞാൻ പറയുന്നത് പെർഫോം ചെയ്തതിനെ സംബന്ധിച്ചുള്ള കണക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നരേന്ദ്ര അല്ലല്ലോ, അതെങ്ങനെയാകും? രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം വയനാട് MP ആയിരുന്നില്ലേ? അതുകൊണ്ട് വയനാട് MP അല്ലല്ല ശ്രീ അഭിലാഷ്, അങ്ങനെ നമുക്ക് തർക്കിച്ചു പോകാൻ പറ്റുമോ? വയനാടിന് വേണ്ടി രാഹുൽ ഗാന്ധി എത്ര ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെന്റ് 5 വർഷത്തിനുള്ളിൽ ചോദിച്ചിട്ടുണ്ട്? പറയൂ. അമിത്ഷാ ഗാന്ധി നഗറിന് വേണ്ടി എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പാർലമെന്റിൽ? കേൾക്കട്ടെ. അല്ല, അതിനെക്കുറിച്ച് കണക്ക് ഞാൻ ഇപ്പൊ ഇതിനു ശേഷം പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വയനാടിനെ കുറിച്ച് ചോദിക്കാൻ കഴിയാത്ത 5 വർഷമായിട്ട് വയനാടിനെ പ്രതികരിച്ച ഒരു MP ആണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അങ്ങനെ സ്വന്തം നാടിനെ സംബന്ധിച്ച് പാർലമെന്റിൽ സംസാരിക്കാൻ കഴിയാത്ത, ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ജനകീയ വിഷയങ്ങളെ ഡിബേറ്റ് അനുവദിക്കുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷനെ ചോദ്യം ചെയ്യുന്നു, പാർലമെന്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യമാണ് എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന രാഹുൽ ഗാന്ധി എത്ര ഡിബേറ്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്? അവിടെ 39% അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇന്ത്യൻ പാർലമെന്റിൽ. അപ്പോൾ ഈ രീതിയിൽ ഗതികെട്ട ഒരു സാഹചര്യമാണ് ഇന്നലെ വരെ രാഹുൽ ഗാന്ധി ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരു പട്ടികജാതിക്കാരന് കോൺഗ്രസ് നിർബന്ധമായും കൊടുക്കാൻ അർഹതപ്പെട്ട ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെയുള്ള ആ കഴിവുകേടിൽ നിന്ന് മുക്തനാകട്ടെ, കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന ആശംസ തന്നെയായിരിക്കും ഇന്നലെ നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇനി പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു ആളാണ്. ഇനി ആരോടും പറയാതെ, ആരോടും ചോദിക്കാതെ, സെക്യൂരിറ്റിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നാടുവിടാൻ പറ്റില്ല, ഒളിച്ച് ജീവിക്കാൻ പറ്റില്ല, വിദേശയാത്ര നടത്താൻ പറ്റില്ല, ഇവിടെ തന്നെ ഒളിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഉത്തരവാദിത്വവും കൂടി അദ്ദേഹം നിർവഹിക്കണം. അങ്ങനെയൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൗരൻ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്കും അദ്ദേഹത്തിന് വളരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.